ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് നടക്കും. വീട്ടുവളപ്പിൽ വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക. രാവിലെ 11:30 മുതൽ 12 മണി വരെ സംഗീത നാടക അക്കാദമി ഹാളിലും തുടർന്ന് 3 മണി വരെ ചാലക്കുടി നഗരസഭാ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് 7:15 കലാഭവൻ മണിയുടെ അന്ത്യം. വിശദാംശങ്ങൾ നൽകാനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശ്യാംകൃഷ്ണനും ചാലക്കുടിയിൽ മണിയുടെ വീട്ടിൽ നിന്ന് സനൂപ് ശശിധരനുമുണ്ട്. ആദ്യം ശ്യാമിലേക്ക്. ശ്യാമ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് നൽകാനുള്ളത്? നടപടികൾ പുരോഗമിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുൻപിലാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കലാഭവൻ മണിയെ സ്നേഹിക്കുന്ന, കലാഭവൻ മണിയുടെ നാട്ടുകാരായ, കലാഭവൻ മണിയുടെ കലയെ സ്നേഹിക്കുന്ന നിരവധി ആളുകളാണ് മോർച്ചറിക്ക് മുൻപിൽ തടിച്ചുകൂടി നിൽക്കുന്നത്. കലാഭവൻ മണിയോടൊപ്പം കലാഭവൻ മണിയുടെ അന്ത്യയാത്രയെ അനുഗമിക്കുന്നതിന് വേണ്ടി നിരവധി ആരാധകർ, ചിലപ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തിന് ഇതുവരെയും കാണാൻ സാധ്യമാകാത്ത തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ഒരു വലിയ കൂട്ടമാണ് നമ്മൾ ഈ മോർച്ചറിക്ക് മുൻപിൽ ഇപ്പോൾ കാണുന്നത്. അത് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയും മോർച്ചറിക്ക് മുൻപിലേക്ക് വലിയ ജനപ്രവാഹമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണാം. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. കൃത്യം 11 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നും 11:30 കേരള സംഗീത നാടക അക്കാദമിയുടെ ഹാളിലേക്ക് കലാഭവൻ മണിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. കലാ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തും. തുടർന്ന് 12 മണിയോടുകൂടി ചാലക്കുടിയിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കലാഭവൻ മണിയുടെ മൃതദേഹം കലാഭവൻ മണിയുടെ സ്വന്തം ചാലക്കുടി നിവാസികൾക്ക് വേണ്ടി പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെയും നിരവധി ആളുകളായിരിക്കും എത്തുക എന്നുറപ്പാണ്. ഇന്നലെ മണിയുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ ചാലക്കുടിയുടെ മണിയുടെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നു. ചാലക്കുടിയുടെ ഓരോ വീട്ടിലും മരണം സംഭവിച്ച പ്രതീതിയാണ് ചാലക്കുടിയിലുള്ളത്. ഇത്രയും ആളുകൾ എന്തായാലും അവിടെ എത്തും എന്നുറപ്പാണ്. 5 മണിക്കാണ് ഇപ്പോൾ കലാഭവൻ മണിയുടെ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കലാഭവൻ മണിയുടെ മരണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാവുകയാണ്. കാരണം മണിയുടെ മരണത്തിന് കാരണമായത് മീഥൈൽ ആൽക്കഹോളിന്റെ അംശമാണ്. അഥവാ വ്യാജമദ്യ ദുരന്തത്തിലെല്ലാം മരിക്കുന്ന ആളുകളിൽ കണ്ടെത്തുന്ന ആൽക്കഹോളിക് അംശം കലാഭവൻ മണിയുടെ ശരീരത്തിലും ഉണ്ട് എന്ന പ്രാഥമിക വിവരം ലഭ്യമാണ്. അങ്ങനെയാണെങ്കിൽ, അതാണ് മരണകാരണമെങ്കിൽ എങ്ങനെയാണ് ഈ ആൽക്കഹോളിൻ്റെ അംശം കലാഭവൻ മണിയിലേക്ക് എത്തിയത്, അത് എവിടെ നിന്ന് കിട്ടി, തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾക്ക് അന്വേഷണത്തിലൂടെ ഉത്തരം കണ്ടെത്തേണ്ടി വരും. അതിനുള്ള അന്വേഷണം പ്രത്യേക ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കലാഭവൻ മണിയുടെ വീടിനോട് ചേർന്ന് ചാലക്കുടി പുഴയുടെ തീരത്ത് ഉള്ള കലാഭവൻ മണിയുടെ റെസ്റ്റ് ഹൗസ് എക്സൈസും പോലീസും സീൽ ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫ്, ശ്യാം തുടരുക. മണിയുടെ വീട്ടിൽ നിന്ന് സനൂപ് ശശിധരനുണ്ട്. സനൂപ്, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അഷ്റഫ്, ഇവിടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിരവധി പേർ ഇപ്പോൾ കലാഭവൻ മണിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിയത്. നമുക്ക് കാണാം, വീട്ടിൽ ഗേറ്റിന് പുറത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അകത്തേക്ക് ഇപ്പോൾ അധികം ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നില്ല. ബന്ധുക്കൾ അകത്തുണ്ട്. ഒപ്പം തന്നെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ നിരവധി പേർ കടന്ന് വന്നിരുന്നു. നമുക്ക് ഇവിടെ തന്നെ ചാലക്കുടിയുമായി വലിയ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു നടനായിരുന്നു കലാഭവൻ മണി. എടുത്തു പറയേണ്ട കാര്യമാണ്, അദ്ദേഹം ഒരു നടനായിരുന്നെങ്കിൽ കൂടി, വലിയ നടനായിരുന്നുവെങ്കിൽ കൂടിയും ചാലക്കുടിയും സ്വന്തം നാടുമായുള്ള ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. നാട്ടിലെ ഉത്സവമായാലും എന്താകും ചാലക്കുടിക്കാരിൽ ഒരാളായി ചാലക്കുടിക്കാർക്കൊപ്പം തന്നെ അദ്ദേഹം നിന്നിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കലാഭവൻ മണിയാണ് ഇവിടെ ഒരു അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും നടത്താറ്. ആ ഉത്സവം 2 ദിവസത്തിനകം വരാനിരിക്കെയാണ് ചാലക്കുടിക്കാരുടെ സ്വന്തം കലാഭവൻ മണിയുടെ വിയോഗം ഉണ്ടായിരിക്കുന്നത് എന്നത് അതിനേറെ അവരെ ദുഃഖത്തിൽ ആക്കുന്നുണ്ട്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഓർക്കുന്നു കലാഭവൻ മണിയെ? ഞങ്ങളെ സ്വന്തം ഒരു ചാട്ടിന് പോലെയാണ് കണക്കാക്കിയിരുന്നത്. ഈ ദുഃഖം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സങ്കടമാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പോയിട്ടില്ല എന്നാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത്. തീർച്ചയായും കലാഭവൻ മണിയുടെ മരണം അത്ര പെട്ടെന്നൊന്നും ചാലക്കുടിക്കാർക്ക് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല എന്ന സത്യം. എങ്ങനെയാണ് കലാഭവൻ മണിയെ അനുസ്മരിക്കുന്നത്? വളരെ ദുഃഖത്തോടെയാണ് അനുസ്മരിക്കുന്നത്. വളരെയധികം ദുഃഖത്തോടെയാണ് അനുസ്മരിക്കുന്നത്.
നിരവധി പേരാണ് ഇവിടെ എത്തി. രാവിലെ മുതൽ തന്നെ നമ്മൾ വയസ്സായവരും കുട്ടികളും അടക്കം നിരവധി പേർ ഇവിടെ വന്നിരുന്നു. പാലക്കാട് നിന്നും വൈക്കത്തു നിന്നുമെല്ലാം തന്നെ മരണവാർത്ത അറിഞ്ഞ് ഇവിടേക്ക് വന്ന നിരവധി പേരുണ്ടായിരുന്നു. ഇവിടെയാണ് കലാഭവൻ മണിയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 മണി മുതൽ 3 മണി വരെയാണ് ചാലക്കുടിക്കാർക്കായി പൊതുദർശനത്തിന് വയ്ക്കുന്നത്. മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിലാണ് പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. ഇവിടെയായിരിക്കും നടന്മാർ അടക്കമുള്ളവർ വരിക. 5 മണിയോടുകൂടിയാണ് വീട്ടിലെ വസതിയിലുള്ള ഈ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുക. അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കലാഭവൻ മണി എന്ന നാട്ടുകാരിൽ ഒരാളായി എന്നും സിനിമയിലുള്ളപ്പോഴും സജീവമായി തന്നെ ഉണ്ടായിരുന്ന ആളാണ്. എങ്ങനെ ഓർക്കുന്നു? നല്ലൊരു എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് ഞാൻ ആളെ കാണുന്നത്. ആള് മരിച്ചു എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആളൊരു എന്താ പറയുക, എവിടെ കാർ കൊണ്ട് പോകുമ്പോഴും നമ്മളൊന്ന് കൈ കാണിക്കുക, അല്ലെങ്കിൽ എവിടേക്കാണ് എന്താണ് സംസാരിച്ചിട്ടാണ് എന്നെ വിട്ടിട്ട് പോകാറുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അത് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. എനിക്ക് ഭയങ്കര വേദനയുണ്ടായി. ചേട്ടാ എങ്ങനെ ഓർക്കുന്നു? ഇവിടെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചിട്ടാണ് സാധാരണക്കാരനായിട്ട് വളർന്നു വന്ന ഒരു താരം. എനിക്ക് 7 വയസ്സ് മുതൽ അറിയാവുന്നതാണ്. ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്നതാണ്. അങ്ങനെ വളരെ ഒരു ഉപകാരിയാണ് ഇവിടെ നാട്ടുകാർക്ക്, അത് വീട്ടുകാർക്ക്, എല്ലാവർക്കും. അങ്ങനെ എനിക്ക് 7 വയസ്സ് മുതൽ ഞങ്ങളുടെ കൂടെയൊക്കെ ആൾ കിടന്നുറങ്ങാറ് 10-13 വയസ്സ് വരെ. അതിന് ഇവിടെ സഹായം ആളിൽ നിന്ന് കിട്ടാത്തവർ ഇല്ല. അതാണ് ചാലക്കുടിക്കാർക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും അത് മുന്നിൽ നിന്ന് തന്നെ നടത്താൻ കലാഭവൻ മണി ഉണ്ടായിരുന്നു. അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു ചേട്ടൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകന് ജോലി കിട്ടി പോകുമ്പോഴും കലാഭവൻ മണി വന്ന് കണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഞങ്ങൾ അത്രയധികം ബന്ധമായിരുന്നു ചാലക്കുടിക്കാർക്ക് കലാഭവൻ മണിയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളായാലും ശരി, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈ ചാലക്കുടിയുമായി ബന്ധപ്പെടുത്തി തന്നെയായിരുന്നു. ഏതൊരു സ്റ്റേജ് ഷോ ആയാലും ശരി, അത് ചാനലിലെ ഏതെങ്കിലും ഇന്റർവ്യൂ ആയാലും ശരി, ചാലക്കുടിക്കാരെ പരാമർശിക്കാതെ, അവർ ചാലക്കുടിയെക്കുറിച്ച് പറയാതെ, അവരുടെ ചാലക്കുടിക്കാരെ കുറിച്ച് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെ ഒരിക്കലും കലാഭവൻ മണിയുടെ ഒരു അഭിമുഖവും നടന്നിരുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള തന്നെയായിരുന്നു. സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു കലാഭവൻ മണി അഭ്രപാളിയിലും കൂടുതലും ചെയ്തിരിക്കുന്നത്. വലിയ ജാടകളൊന്നുമില്ലാതെ, താരജാട ഒട്ടുമില്ലാതെ തന്നെ ചാലക്കുടിയിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും പള്ളിപ്പെരുന്നാളായാലും ശരി, ഉത്സവമായാലും അതിന്റെ മുന്നിൽ തന്നെ നിന്ന് നയിക്കുക എന്തായിരുന്നു കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹമാണ് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും നടത്താറ്. ഈ തവണ ഉത്സവം 2 ദിവസത്തിനകം തന്നെയാണ് വരുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിയോഗം ഒരിക്കലും ചാലക്കുടിക്കാർക്ക് ഇതുവരെയും ഉൾക്കൊള്ളാനായിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ചാലക്കുടിക്കാർ എത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന് ഭൗതിക ശരീരം ഒരു കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വളരെയധികം ദൂരത്ത് നിന്ന്, വൈക്കത്തു നിന്നും പാലക്കാട് നിന്നുമെല്ലാം മരണവാർത്ത അറിഞ്ഞെത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകരടക്കമുള്ളവർ ഇവിടെ ഈ വീട്ടിന് മുറ്റത്തെല്ലാം തടിച്ചുകൂടി നിൽക്കുകയാണ് ഇപ്പോൾ. അഷ്റഫ്. സനൂപ് ശശിധരൻ, ഒപ്പം ശ്യാംകൃഷ്ണൻ. കലാഭവൻ മണിയുടെ സംസ്കാരം 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ചാലക്കുടിയിലും തൃശൂരിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. 100 കണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജിലേക്കും കലാഭവൻ മണിയുടെ വീട്ടിലേക്കും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്യാംകൃഷ്ണനും സനൂപുമാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക്